ഹായ്, ഇന്നൊരു കായ ബജിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കുക. മുളക് പൊടി, കായത്തിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ട കെട്ടാതെ കലക്കിയെടുക്കുക. ഇനി ഇത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒരു ചീനിച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ചൂടാവാനായിട്ട് വയ്ക്കുക. ഇനി കായ എടുക്കുക. കായ എടുത്തിട്ട് ഇതേപോലെ കനം കുറച്ച് നീളത്തിൽ നുറുക്കിയെടുക്കുക. എന്നിട്ട് ഓരോ കായും ഈ കടലമാവിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ വറുത്ത് കോരാം. അപ്പോൾ നമ്മുടെ കായ ബജി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ചട്നിയും കൂടി ഉണ്ടാക്കി കാണിക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് മുളക് പൊടി ഇടുക. അതിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ സവാള കുറച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും വെളിച്ചെണ്ണയും കൂടി ചൂടായ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചട്നി തയ്യാർ.